സി രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ പഠിപ്പിച്ചതിന് ശേഷം നമ്മളുടെ ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ് അങ്ങ് തീരും കേട്ടോ. ഏതൊക്കെയാന്ന് വെച്ചാലേ, ഒന്ന് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊന്ന് എഴുതണേ. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ. കമ്പനീസ് ആക്ടിലെ കുറെ ടൈപ്പ് ക്യാപിറ്റൽ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ട്, സബ്സ്ക്രൈബ്ഡ് ഉണ്ട്, കോൾഡ് അപ്പ് ഉണ്ട്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാ ഉള്ളത്? ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, കോൾഡ് അപ്പ്, പെയ്ഡ് അപ്പ്. ഇതൊക്കെ ഓരോന്നും എന്താണെന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ഓതറൈസ്ഡ് എന്താ, ഇഷ്യൂഡ് എന്താ, സബ്സ്ക്രൈബ്ഡ് എന്താ, കോൾഡ് അപ്പ് എന്താ, പെയ്ഡ് അപ്പ് എന്താ? ആദ്യം ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറയുന്നത് ഡെഫിനിഷനിൽ സെക്ഷൻ 2(8)ലാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ദ മാക്സിമം ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഈ മാക്സിമം ക്യാപിറ്റൽ ഓഫ് എ കമ്പനി എവിടെ പറയും എന്ന് വെച്ചാൽ ഈ MOA പറയും. MOA ക്യാപിറ്റൽ ക്ലോസിൽ പറയും. ക്യാപിറ്റൽ ക്ലോസ് ലയബിലിറ്റി ക്ലോസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ. ക്യാപിറ്റൽ ക്ലോസിൽ പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കമ്പനിയുടെ MOA ക്യാപിറ്റൽ ക്ലോസിൽ ഇങ്ങനെയാ പറയുന്നത്: ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ of the company is rupees 100 lakh divided into 5 lakh equity shares of rupees 10 each. എത്ര വരും? 50 lakhs വരും. 5 lakh 10% preference shares of rupees 10 each. എത്ര വരും? 50 lakh. അപ്പൊ ടോട്ടൽ എത്ര വരും? 100 lakhs. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എവിടെ? നമ്മളെ കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ ക്യാപിറ്റൽ ക്ലോസിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മളെ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. എത്ര എണ്ണം? 5 ലക്ഷം ഇക്വിറ്റി ഷെയർസ് വരെ ഇഷ്യൂ ചെയ്യാം. അതേപോലെ നമ്മളെ കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. എത്ര എണ്ണം? 5 ലക്ഷം പ്രിഫറൻസ് ഷെയർസ് വരെ ഇഷ്യൂ ചെയ്യാം. അതും ഡിവിഡൻഡ് റേറ്റ് എത്രയാ? 10% ആണ്. ഫേസ് വാല്യൂ എത്രയാ? ഇക്വിറ്റി ഷെയറിന്റെയും ഫേസ് വാല്യൂ 10 ആണ്, പ്രിഫറൻസ് ഷെയറിന്റെയും ഫേസ് വാല്യൂ 10 ആണ്. അങ്ങനെ ഇഷ്യൂ ചെയ്ത് 50 ലക്ഷം രൂപയുടെ ഇക്വിറ്റി വരെ ശേഖരിക്കാം, 50 ലക്ഷം രൂപ വരെ പ്രിഫറൻസ് ശേഖരിക്കാം, ടോട്ടൽ 100 ലക്ഷം രൂപ ശേഖരിക്കാം. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയും രൂപ വരെ ക്യാപിറ്റലായിട്ട് ശേഖരിക്കാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെ ശേഖരിക്കാം? ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്ത്. ഏതൊക്കെ ഷെയർ? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. നമ്മളെ കമ്പനിയിൽ 5 ലക്ഷം ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം, നമ്മളെ കമ്പനിയിൽ പ്രിഫറൻസ് ഷെയർ 5 ലക്ഷം ഇഷ്യൂ ചെയ്യാം. ചില സമയത്ത് ഈ പ്രിഫറൻസ് ഷെയറിന്റെ കാര്യമേ പറയത്തില്ല. അപ്പൊ മൊത്തം എന്ത് തന്നെയായിരിക്കും? മൊത്തം ഇക്വിറ്റി തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഇക്വിറ്റി അങ്ങ് മാത്രമാക്കിയ, അപ്പൊ ഇതെന്ത് ചെയ്യണം?
10 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഇപ്പൊ ഇത് എത്രയാവും? 100 ലക്ഷം ആവും അല്ലേ? എല്ലാവർക്കും ഞാൻ പറഞ്ഞത് കിട്ടിയോ? യെസ്. അപ്പൊ ഓതറൈസ് ക്യാപിറ്റൽ എന്താന്ന് മനസ്സിലായല്ലോ? ഓതറൈസ് ക്യാപിറ്റൽ ആണ് ദി മാക്സിമം ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. അണ്ടർസ്റ്റുഡ്? ഈ മാക്സിമം ക്യാപിറ്റൽ എവിടെ പറയും? MOA ക്യാപിറ്റൽ ക്ലോസിൽ പറയും. എവരിബഡി അണ്ടർസ്റ്റുഡ്? എവരിബഡി അണ്ടർസ്റ്റുഡ്? യെസ്. ഡെഫിനിഷൻ ഉണ്ട്. സെക്ഷൻ 2 ക്ലാസ്. ഓതറൈസ് ക്യാപിറ്റൽ. ഇത് എക്സാമിന് ചോദിക്കില്ല, ബട്ട് ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബേഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിൽ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഈ പറയുന്നതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഓതറൈസ് ക്യാപിറ്റൽ. ഓതറൈസ് ക്യാപിറ്റലിനെ പല പേര് വെച്ച് വിളിക്കും. ഏതൊക്കെ പേര്? ഓതറൈസ് ക്യാപിറ്റൽ എന്ന് പറയും, നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയും, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നും പറയും. എന്തുകൊണ്ടാണ് ഇതിനെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? കാര്യം കമ്പനിയുടെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് MOA ഒക്കെ ഉണ്ടാക്കി, AOA ഒക്കെ ഉണ്ടാക്കി രജിസ്ട്രാറിന് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുന്ന MOAനകത്ത് ഓതറൈസ് ക്യാപിറ്റലിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഈ ഓതറൈസ് ക്യാപിറ്റൽ കാണിച്ചുകൊണ്ടാണ് രജിസ്ട്രേഷൻ എടുത്തത്. ഈ ഓതറൈസ് ക്യാപിറ്റലിന്റെ മേളിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും വരെയും കൊടുത്തിട്ടുണ്ട്. 10 ലക്ഷം വരെ ഒരേ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. അതിന്റെ മേളിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കയറിക്കൊണ്ടിരിക്കും, സ്ലാബ് പോലെ. മനസ്സിലായോ? അപ്പൊ ഓതറൈസ് ക്യാപിറ്റൽ നമ്മൾ വെറുതെ കൂടുതൽ വെച്ചാലേ ഇതിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? സ്റ്റാമ്പ് ഡ്യൂട്ടി. 10 ലക്ഷം വരെ ഒരേ സ്ലാബാ. അപ്പൊ 10 ലക്ഷം വരെ നമ്മൾ കാണിക്കും. മിനിമം നമ്മൾ 10 ലക്ഷം കാണിക്കും. പക്ഷെ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ മതി. നമ്മളെ കമ്പനി ഭയങ്കര വലിയ കമ്പനി ആക്കാനുള്ള പ്ലാനാ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? തുടക്കത്തിലെ നമ്മൾ ഓതറൈസ് ക്യാപിറ്റൽ കൂട്ടി വയ്ക്കും. നമ്മളെ കമ്പനി ചെറിയ കമ്പനിയാണ്, എന്നാൽ വെറുതെ ഓതറൈസ് ക്യാപിറ്റൽ കൂട്ടി വയ്ക്കല്ലേ, കാര്യം സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? യെസ്. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? Authorized capital or nominal capital or registered capital means such capital as is authorized by the memorandum of a company to be maximum amount of share capital of the company. എല്ലാവർക്കും authorized capital മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മളുടെ കമ്പനിയുടെ authorized capital എത്രയാ? നമ്മളെ കമ്പനിയുടെ authorized capital ആണ് 10 lakh equity shares of ₹10 each. എത്ര വരും അത്? 100 lakh. അപ്പൊ നമ്മളെ കമ്പനിക്ക് എത്ര ഷെയർ വരെ കൊടുക്കാം? 10 ലക്ഷം ഷെയർ വരെ കൊടുക്കാം. ഒരു ഷെയറിന്റെ 10 രൂപയാ. 100 ലക്ഷം വരെ കളക്ട് ചെയ്യാം. എല്ലാവർക്കും പറഞ്ഞിട്ട് കിട്ടിയോ? യെസ്. നമ്മളെ കമ്പനിക്ക് തുടക്കത്തിൽ ഒരു 30 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്താലേ 30 ലക്ഷം കിട്ടത്തുള്ളൂ? 3 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്യണം ഓഫ് ₹10 each. ഇഷ്യൂ ചെയ്താൽ എന്ത് കിട്ടും? കമ്പനിക്ക് ഫണ്ടിങ് റിക്വയർമെന്റ് ആയ 30 ലക്ഷം രൂപ കിട്ടും. അത് വെച്ച് ബിസിനസ് ചെയ്യാം. അപ്പൊ ബാക്കി 70 ലക്ഷം ഓതറൈസ്ഡിന്റെ കാര്യം. ഓതറൈസ്ഡ് 100 ലക്ഷം. 100 ലക്ഷത്തിൽ 30 ലക്ഷമാണ് ഇപ്പൊ ആവശ്യമുള്ളത്. അപ്പൊ 3 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്തു. അപ്പോ ആ 3 ലക്ഷം ഷെയർസിനെയാണ് ഇഷ്യൂഡ് ഷെയർസ് എന്ന് പറയുന്നത്. ആ 7 ലക്ഷം ഷെയർസ് ഇല്ലേ, 70 ലക്ഷം രൂപയുടെ 7 ലക്ഷം ഷെയർസ്, അതിനെയാണ് അൺഇഷ്യൂഡ് ഷെയർസ് അല്ലെങ്കിൽ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അൺഇഷ്യൂഡും ഇഷ്യൂഡും. അപ്പൊ പൈസയുടെ ആവശ്യം വരുമ്പോ, സമയങ്ങളിൽ പൈസയുടെ ആവശ്യം വരുമ്പോ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്ന് എന്ത് നടത്തും? ഷെയർ ഇഷ്യൂ നടത്തും. അങ്ങനെ നടത്തുന്ന ഷെയർ ഇഷ്യൂവിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഇഷ്യൂ ചെയ്യാത്ത ക്യാപിറ്റലോ? അൺഇഷ്യൂഡ്. മനസ്സിലായോ? ഇഷ്യൂഡ് ക്യാപിറ്റൽ സെക്ഷൻ 2 ക്ലോസ് 50 ആണ് ഡെഫിനിഷൻ. ഞാൻ ജസ്റ്റ് ആ ഡെഫിനിഷനും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് പഠിക്കണ്ട, ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട, പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് ചാപ്റ്റർ എത്തുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഇഷ്യൂഡ് ക്യാപിറ്റൽ means such capital as the company issues from time to time for subscription. ആൾക്കാർക്ക് സമയങ്ങളിൽ പൈസയുടെ ആവശ്യം വരുമ്പോൾ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കും ആൾക്കാരെ അത് മേടിക്കാൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ മേടിക്കുക. ഓക്കെ. അപ്പൊ കമ്പനിക്ക് ഫ്രം ടൈം ടു ടൈം സമയങ്ങളിൽ എന്തിന്റെ ആവശ്യം വരും? പൈസയുടെ ആവശ്യം വരും. അപ്പൊ അത് എവിടെ നിന്ന് എടുക്കും? ഓതറൈസിൽ നിന്ന് എടുത്ത് ഇഷ്യൂ ചെയ്യും ആൾക്കാർക്ക് മേടിക്കാൻ. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. മനസ്സിലായോ? അപ്പൊ നമ്മളെ കമ്പനിക്ക് ഇപ്പൊ എത്ര രൂപയുടെ ആവശ്യം വന്നു? 3 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു. അപ്പൊ നമ്മളെ കമ്പനി എന്ത് ചെയ്തു? 30 ലക്ഷത്തിന്റെ ആവശ്യം വന്നു. അപ്പൊ നമ്മളെ കമ്പനി എന്ത് ചെയ്തു? 3 ലക്ഷം ഷെയർസ് ഇഷ്യൂ ചെയ്തു. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? യെസ്. ഈ ഷെയർ ഇഷ്യൂ നടത്തുന്നത് കമ്പനിയാണ്. അത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ആരാ? സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ മേടിക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ മേടിക്കുക. അതാരാ? മെമ്പേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്. പബ്ലിക് ഇഷ്യൂ ആണെങ്കിൽ പബ്ലിക്, മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയൊക്കെ ആണെങ്കിൽ മെമ്പേഴ്സ് ഒക്കെ. മനസ്സിലായോ? പബ്ലിക് കമ്പനിയിലും മെമ്പേഴ്സ് ആകാം, പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ. യെസ്, എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? അപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മേടിക്കുക. നമ്മളെ കമ്പനി എത്ര ഷെയർ വിൽക്കുന്നു അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? 3 ലക്ഷം. ഈ 3 ലക്ഷത്തിൽ എനിക്ക് 1,80,000 ഷെയർ വേണമെന്ന് താല്പര്യമുണ്ട്. നിങ്ങൾ ബാക്കി എല്ലാവരും കൂടെ ചേർത്ത് 1,20,000. അതിന്റെ അർത്ഥം എന്താ? കമ്പനി 3 ലക്ഷം കൊടുക്കുന്നു, ഞാൻ 1,80 മേടിച്ചു, നിങ്ങൾ 1,20 മേടിച്ചു. അതിന്റെ അർത്ഥം കമ്പനി കൊടുത്തത് 3 ലക്ഷം, ആൾക്കാർ മേടിച്ചതും 3 ലക്ഷം. അതിന്റെ അർത്ഥം ഇഷ്യൂഡ് ഈക്വൽ സബ്സ്ക്രൈബ്ഡ്. ഇതിനെയാണ് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ഇഷ്യൂ എന്ന് പറയുന്നത്. ആ ഇഷ്യൂല് എല്ലാവരും എന്ത് ചെയ്തു? കൊടുക്കുന്ന ഷെയർസ് എല്ലാം എടുത്തു. അതിനാണ് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇഷ്യൂഡ് ഈക്വൽ സബ്സ്ക്രൈബ്ഡ്. ഇഷ്യൂ ചെയ്യുന്നത് 3 ലക്ഷം, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തത് 2.5 ലക്ഷം. ഇഷ്യൂ ചെയ്തത് 3 ലക്ഷം, സബ്സ്ക്രൈബ് ചെയ്തത് 2.5 ഉള്ളൂ. അപ്പൊ ആൾക്കാർ എത്ര മേടിച്ചുള്ളൂ? 2.5 ലക്ഷം ഷെയർസേ മേടിച്ചുള്ളൂ. ഇതിനെയാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അണ്ടർ സബ്സ്ക്രിപ്ഷൻ വന്നാൽ ഇഷ്യൂ ക്യാൻസൽ ഒക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അതേ സമയത്തെ ഇഷ്യൂ ചെയ്തത് 3 ലക്ഷം, സബ്സ്ക്രൈബ് ചെയ്തത് 6 ലക്ഷം. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെ 6 ലക്ഷം സബ്സ്ക്രൈബ് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. കമ്പനി എത്ര ഷെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം അല്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് 2 ലക്ഷം ഷെയർ വേണമെന്ന്. ഓക്കെ, എനിക്ക് 2 ലക്ഷം ഷെയർ വേണമെന്ന്. ഞാൻ കമ്പനിക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കും. ആ ആപ്ലിക്കേഷൻ എന്ന് പറയും, ഐ നീഡ് 2 lakh shares out of 3 lakhs that you're issuing. സന പറഞ്ഞു സനയ്ക്ക് 50,000 ഷെയർ വേണം. ഗൗതം പറഞ്ഞു അവന് 70,000 ഷെയർ വേണം. ശംഭു പറഞ്ഞു അവന് 60,000 ഷെയർ വേണം. ബാക്കിയുള്ള നിങ്ങൾ എല്ലാവരും കൂടെ ചേർത്ത് പറഞ്ഞ് 1 ലക്ഷം ഷെയർ വേണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വരും? 2.5, 320, 380, 390, 3,90,000. ആണോ? കമ്പനിക്ക് 3 ലക്ഷം ഷെയറേ കൊടുക്കാനുള്ളൂ, പക്ഷെ എല്ലാ ആൾക്കാരും കൂടെ ചോദിച്ച ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ 390 വേണം. അപ്പൊ കൂടുതൽ ചോദിച്ചു ആൾക്കാർ. ഈ ഒരു സിറ്റുവേഷനെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നാൽ എന്ത് ചെയ്യും ഗൈസ്? പ്രോറേറ്റ ബേസിസിൽ അലോട്ട്മെന്റ് ഒക്കെ നടത്തും. നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട് ഫൗണ്ടേഷൻ. പ്രോറേറ്റ ബേസിസിൽ അലോട്ട്മെന്റ് നടത്തും. മനസ്സിലായോ? യെസ്, ഈ ബേസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന, ഞാൻ ഇച്ചിരി കൂടെ ഡെപ്തിൽ പോകുന്ന, പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് പറയാത്ത. അണ്ടർസ്റ്റുഡ്? യെസ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ സെക്ഷൻ 2 clause 86 ആണെന്നാണ് എന്റെ വിശ്വാസം. നോക്കാം. 2 clause 86. എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന തന്നെയല്ലേ? യെസ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. Subscribed capital means such part of the capital which is for the time being subscribed by members of a company. Example, ABC Limited was registered with registrar with an authorized capital of 2 lakhs, where each share is of rupees 10. In response to the advertisements made by the company to buy shares in the company, applications have been received for 10 lakh shares, but company actually issued 7 lakh shares, where company has ഒരു സുഖമില്ലടേ. ഇത് എത്രയത്? 2 കോടി ഓതറൈസ് ക്യാപിറ്റല്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 1 കോടി, ഇഷ്യൂഡ്. പൊട്ടന്മാര് ആദ്യം ഇഷ്യൂ ചെയ്തിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ. കൊള്ളാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇഷ്യൂ ചെയ്തിരിക്കും മൃഗന്മാര്. പുതിയ ടെക്സ്റ്റ് ഒക്കെ എന്തിനാ ഉണ്ടാക്കിയത്? അത് ഇഷ്യൂ ചെയ്യണ്ട, ഇഷ്യൂ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. പോട്ട് തെറ്റ അണ്ണന്മാരെന്തോ കാണിച്ചിരിക്കുന്നു. പോട്ട്. എല്ലാവർക്കും ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് മനസ്സിലായോ? യെസ്. അടുത്തത് കോൾഡ് അപ്പും പെയ്ഡ് അപ്പും. ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ.
നമ്മളെ കമ്പനിയിൽ എത്ര ഷെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ഇക്വിറ്റി ഷെയർസ് ഓതറൈസ്ഡ് 10 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് എന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ ടോട്ടൽ എത്ര വരും? 100 ലക്ഷം രൂപ ആണോ? ഈ 10 രൂപയല്ലേ ഒരു ഷെയറിന്റെ വില? അതിനെയാണ് ഫേസ് വാല്യൂ ഓഫ് എ ഷെയർ, പാർ വാല്യൂ ഓഫ് എ ഷെയർ, നോമിനൽ വാല്യൂ ഓഫ് എ ഷെയർ എന്ന് വിളിക്കുന്നത്. ആണല്ലോ, എല്ലാവർക്കും അറിയാലോ. ഫേസ് വാല്യൂ, പാർ വാല്യൂ, നോമിനൽ വാല്യൂ ആണോ? എന്നാലേ ഈ 10 രൂപേനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യും. നിങ്ങൾക്കത് അറിയാം, നിങ്ങളിത് ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുണ്ട്. വന്നോ? ഈ 10 രൂപേനെ വീണ്ടും ഡിവൈഡ് ചെയ്യും. ഒരു ഷെയർ 10 രൂപയാണ്, അതിനാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഫേസ് വാല്യൂനെ തന്നെ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്യും. സാധാരണ രീതിയിൽ 4 ഡിവൈഡ് ചെയ്യും. ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ആപ്ലിക്കേഷൻ മണി 2 രൂപയാണ്. അലോട്ട്മെന്റ് മണി, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണേ. അലോട്ട്മെന്റ് മണി 2 രൂപയാണ്. ഫസ്റ്റ് കോള് 3 രൂപയാണ്. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 3 രൂപയാണ്. അതിന്റെ അർത്ഥം എന്താ? 2 + 2 + 3 + 3 ₹10. അപ്പൊ ഈ 10നെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുക 4 എങ്ങനെയൊക്കെ? ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, ഫസ്റ്റ് കോള്, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോള്, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുക. പറഞ്ഞു മനസ്സിലായോ? യെസ്, എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു തീറ്റിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കമ്പനിക്ക് ഇപ്പം വേണ്ടത് 30 ലക്ഷം രൂപയാണ്. ഓതറൈസ് ക്യാപിറ്റൽ 10 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ആണ് ഓഫ് ₹10 ഈച്ച് ആണ് ഓതറൈസ്ഡ്. അതിന്റെ അർത്ഥം 100 ലക്ഷം വരെ കളക്ട് ചെയ്യാം ആണോ? പക്ഷെ നമ്മളെ കമ്പനിക്ക് ഇപ്പൊ എത്രയാണ് വേണ്ടേ? 30 ലക്ഷം. 30 ലക്ഷം വേണമെങ്കിൽ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം? 3 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്യണം ആണോ? ഓഫ് ₹10 ഈച്ച് അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? 30 ലക്ഷം കിട്ടും. അപ്പൊ ബാക്കി 70 ലക്ഷം എന്താ? അത് അൺഇഷ്യൂഡ് ഷെയർസിന്റെ ക്യാപിറ്റലാ. ഇത് ഇഷ്യൂഡ് ആണോ? അപ്പൊ ഈ 3 ലക്ഷം ഷെയർ നമ്മൾ മേടിക്കണം. കാര്യം അവർ വിൽക്കുക, കമ്പനി വിൽക്കുക, അപ്പൊ നമുക്ക് മേടിക്കാം ആണോ? കമ്പനി തരിക, ഇഷ്യൂ ചെയ്ത് തരിക, നമുക്ക് മേടിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാനൊരു ആപ്ലിക്കേഷൻ അയക്കും കമ്പനിക്ക്. ഈ 3 ലക്ഷം ഷെയറിൽ നിന്ന് എനിക്ക് വേണ്ടത് 1,80,000 ആണെന്ന് പറഞ്ഞ് ഞാൻ ആപ്ലിക്കേഷൻ അയക്കും. ആപ്ലിക്കേഷൻ അയക്കുന്നതിന്റെ കൂടെ എന്ത് ചെയ്യണമെന്നറിയോ? ആപ്ലിക്കേഷൻ മണിയും അയക്കണം ഇതിന്റെ. അപ്പൊ 1,80,000 ഷെയറിന്റെ ആപ്ലിക്കേഷൻ മണി എത്ര വരും? 2 രൂപയാണ് ഒരു ഷെയറിന്റെ ആപ്ലിക്കേഷൻ മണി. അപ്പൊ ഞാൻ എത്ര കൊടുക്കണം? 3,60,000 രൂപ കൊടുക്കണം ആണോ? 3,60,000 രൂപ കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ മണി ആപ്ലിക്കേഷന്റെ കൂടെ അയച്ചു കൊടുക്കണം. പറഞ്ഞു കിട്ടിയോ? ഗൗതം എന്ന് പറയുന്ന ആൾക്ക് 1 ലക്ഷം ഷെയർ ആണ് വേണ്ടത് ഈ 3 ലക്ഷത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ എത്ര രൂപയുടെ ആപ്ലിക്കേഷൻ മണി അയക്കണം? ഇൻറ്റു ₹2 2 ലക്ഷം രൂപ അയക്കണം ആണോ അല്ലയോ? എല്ലാവർക്കും പറഞ്ഞിട്ട് കിട്ടിയോ? യെസ്. അപ്പൊ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചോ ഇല്ലയോ? അയച്ചു. ഇത് ആർക്ക് അയക്കും? കമ്പനിക്ക്. കമ്പനിക്ക് അയക്കാന്ന് വെച്ചാൽ ആരത് കൈപ്പറ്റും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് കൈപ്പറ്റും എന്ന് വിചാരിച്ചോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് അതോറിറ്റി ഉള്ളത് ഷെയർ ഇഷ്യൂ ചെയ്യാൻ. അപ്പൊ ആർക്ക് ഷെയർ കൊടുക്കണം? ആർക്ക് ഷെയർ കൊടുക്കണമെന്ന് വെച്ചാൽ ആർക്ക് ഷെയർ അലോട്ട് ചെയ്യണമെന്ന് പറയും. അതിന്റെ തീരുമാനം എടുക്കുന്നത് ആരാ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാ. എവിടെ വെച്ചാണെന്ന് വെച്ചാൽ ബോർഡ് മീറ്റിംഗിൽ വെച്ച എന്ത് പാസ്സാക്കിയിട്ടാണെന്ന് വെച്ചാൽ ബോർഡ് റെസൊല്യൂഷൻ. ഇത് ഡയറക്ടേഴ്സിന്റെ പവറാ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഡയറക്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഷെയർ കൊടുക്കണോ വേണ്ടയോ എന്ന്. ഞാൻ കൊടുത്ത ആപ്ലിക്കേഷൻ ഇല്ലേ, അതൊരു ഓഫറാ. പ്രോസ്പെക്ടസ് ആണെങ്കിൽ അത് ഇൻവിറ്റേഷൻ ടു ഓഫറാ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എവിടെ? ഫൗണ്ടേഷനിൽ. അപ്പൊ ഞാൻ കൊടുത്ത ആപ്ലിക്കേഷൻ ഒരു ഓഫർ ആണെങ്കിൽ ആ ഓഫർ നോക്കിയിട്ട് ആര് ആക്സെപ്റ്റ് ചെയ്യണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്സെപ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്സെപ്റ്റ് ചെയ്താൽ എന്നെ അറിയിക്കുന്നത് ലെറ്റർ ഓഫ് അലോട്ട്മെന്റ്
എന്ന് പറയുന്ന കത്ത് അയച്ചുകൊണ്ട് എന്റെ വീട്ടിൽ ഒരു കത്ത് വരും, ലെറ്റർ ഓഫ് അലോട്ട്മെന്റ്. അതിനകത്ത് പറയും, വി ആർ ഗ്ലാഡ് ടു അനൗൺസ് ദാറ്റ് യു ഹാവ് ബീൻ അലോട്ടഡ്. നിങ്ങൾ ചോദിച്ച ഷെയർസ് തന്നെ 1,80,000 ഇൻ അവർ കമ്പനി. ഫേസ് വാല്യൂ 10 ആണ്. ആപ്ലിക്കേഷൻ മണി നീ അയച്ചിട്ടുണ്ട് 2 രൂപ. അലോട്ട്മെന്റ് ആയ സ്ഥിതിക്ക് നീ അലോട്ട്മെന്റ് മണിയും കൂടെ അയക്കണ കുട്ട എന്ന് പറഞ്ഞാണ് ഈ കത്തിൽ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം? അലോട്ട്മെന്റ് ആയ സ്ഥിതിക്ക് ഇതിന്റെ അലോട്ട്മെന്റ് മണിയും അയച്ചു കൊടുക്കണം. അലോട്ട്മെന്റ് മണി എത്ര വരും? 1,80,000 ഷെയർസിന്റെ 2 രൂപയും കൂടെ വീണ്ടും അയച്ചു കൊടുക്കണം, 360. അപ്പൊ ഞാൻ എത്ര രൂപ ടോട്ടൽ കൊടുത്തു? ആപ്ലിക്കേഷനും അലോട്ട്മെന്റും കൂടെ ചേർത്ത് 360 720 കൊടുത്തു. ആണോ? ചോദ്യം ഇതാണ്, എത്ര രൂപയുടെ ഷെയറാ ഞാൻ എടുത്തേ? 1,80,000 ഷെയർ 10 രൂപയുടെയാ. അപ്പൊ 18 ലക്ഷം രൂപയുടെ ഷെയറാ. അതിന് ഞാൻ ഓൾറെഡി എത്ര രൂപ കൊടുത്തു? 18 ലക്ഷം മൈനസ് 7,70,000 എത്ര കൊടുത്തു? 10 ലക്ഷം. ഇനി 10,80,000 രൂപ കൊടുക്കാൻ ബാക്കിയുണ്ട്. അത് കമ്പനി സമയങ്ങളിൽ എന്റെ അടുത്ത് ചോദിക്കും. കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാൽ കോൾസ് മേക്ക് ചെയ്യും. കോൾസ് മേക്ക് ചെയ്യാനുള്ള അധികാരം വീണ്ടും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗിൽ ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കും. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയുക, ഷെയർ ഹോൾഡേഴ്സ് മക്കളെ, ഫസ്റ്റ് കോൾ വിളിച്ചു, ഫസ്റ്റ് കോളിന്റെ പൈസ. അതിന്റെ അർത്ഥം എന്റെ കയ്യിൽ ഇരിക്കുന്ന 1,80,000 ഷെയർസ് ഇല്ലേ, അതിന്റെ ഫസ്റ്റ് കോൾ മണിയായ ₹3 കൊടുക്കണം. 1,80,000 into ₹3 എത്രയാ? 5,40,000 കൊടുക്കണം. അപ്പൊ ഞാൻ എത്ര കൊടുത്തു? 7,20,000 നേരത്തെ കൊടുത്തു. ആപ്ലിക്കേഷൻ അലോട്ട്മെന്റും ഇതും കൂടെ ചേർത്ത് എത്രയായി? 12,60,000 ആയി. ആണോ? എന്നിട്ട് വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയും, മക്കളെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളം കൂടെ താടേ. അപ്പൊ ഞാൻ ലാസ്റ്റ് ഉള്ള 3 രൂപയും കൂടെ കൊടുത്തു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പം 1,80,000 into 3 എത്ര വരും? 5,40,000. ഈ 5,40,000 പ്ലസ് 12,60,000 എന്ന് പറഞ്ഞാൽ എത്ര വരും? 18 lakhs വരും. അതിന്റെ അർത്ഥം ഞാൻ എത്ര രൂപയുടെ ഷെയർ ആണോ എടുത്തത്, ആ ഫുൾ പൈസ ഞാൻ ഓരോ ഘട്ടമായിട്ട് കമ്പനി ചോദിക്കുമ്പോൾ കൊടുക്കും. കമ്പനി ചോദിക്കുന്നതിനെയാണ് കോൾ മണി എന്ന് പറയുന്നത്, കോൾസ് എന്ന് പറയുന്നത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഞാൻ കൊടുത്തതിനെയാണ് പേഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? കമ്പനി ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതിരുന്നാൽ അത് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയും. കുറെ നാൾ അരിയർ ആയിട്ട് നിന്നാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അണ്ണന്മാർ എന്ത് ചെയ്യും? എന്റെ ഷെയർ ക്യാൻസൽ ചെയ്യും. അതിനെ ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറയും. ഫോർഫീറ്റ് ചെയ്തിട്ട് എന്റെ ഷെയർ വേറെ വല്ലവർക്കും കൊടുക്കും. വേറെ വല്ലവരും മേടിച്ച് അവര് പൈസ തരുമ്പോ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ചെറുതായിട്ട് വന്നിരിക്കും. ആ പ്രോഫിറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. യെസ്, റിസർവ്സ് ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. കാര്യം നിങ്ങൾക്ക് ഫ്രീ റിസർവ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. അപ്പം ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്റർ മനസ്സിലാക്കണമെങ്കിൽ റിസർവ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. ക്യാപിറ്റൽ റിസർവ് എന്താണെന്ന് വെച്ചാൽ അതൊരു ക്യാപിറ്റൽ നേച്ചർ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്, റിസർവ് ആണ്. ഓക്കെ, എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? ലെറ്റർ ഓഫ് അലോട്ട്മെന്റ് ഒക്കെ മനസ്സിലായോ? ഞാൻ ഇനി ദയവ് ചെയ്ത് പറഞ്ഞു തരത്തില്ലേ? ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, അതൊക്കെ മനസ്സിലായോ? കോൾസ് മനസ്സിലായോ? ഈ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി ചോദിക്കാതെ തന്നെ പൈസ നേരത്തെ ഞാൻ കൊടുക്കുന്നതിനാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കമ്പനിക്ക് അത് വേണമെങ്കിൽ സ്വീകരിക്കാം. അത് ആ സെക്ഷൻ എത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സെക്ഷൻ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സെക്ഷൻസ്. ശരി, അത് എത്തുമ്പോൾ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സിലുള്ളത് അത് എത്തുമ്പോൾ പറഞ്ഞുതരാം. എല്ലാവർക്കും ഇത്രയും പിടികിട്ടിയ? ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെയർസ് പഠിപ്പിച്ചില്ലായിരുന്നോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെയർസ് ഏതൊക്കെയാ ഉള്ളത്? ഇക്വിറ്റിയും പ്രിഫറൻസും പഠിച്ചോ ഇല്ലയോ? ഇക്വിറ്റിയും പ്രിഫറൻസും പഠിച്ചോ ഇല്ലയോ? നിങ്ങൾക്ക് പ്രിഫറൻസ് എന്താണെന്നറിയാം, ഇക്വിറ്റി എന്താണെന്നറിയാം.
ആണല്ലോ. എന്നാലേ ഒരു ചെറിയൊരു കാര്യം കൂടെ, ഇക്വിറ്റി ഷെയർസ് 2 ടൈപ്പ് ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഓർഡിനറി വോട്ടിംഗ് റൈറ്റ് ഇക്വിറ്റി ഷെയർ, മറ്റത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഇക്വിറ്റി ഷെയർ, DVR എന്ന് പറയും. DVR ഓർഡിനറി വോട്ടിംഗ് റൈറ്റ് ഇക്വിറ്റി ഷെയർസിനെ പ്ലെയിൻ വെനില ഇക്വിറ്റി ഷെയർസ് എന്ന് പറയും. വെനില ഫ്ലേവർ, അത് തന്നെ, പ്ലെയിൻ വെനില ഇക്വിറ്റി ഷെയർസ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഇത് രണ്ടിന്റെയും വ്യത്യാസം? ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ സാധാരണ കാണുന്ന ഇക്വിറ്റി ഷെയർസിനെയാണ് ഓർഡിനറി വോട്ടിംഗ് റൈറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഈ ഓർഡിനറി വോട്ടിംഗ് റൈറ്റ് ഇക്വിറ്റി ഷെയർസിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് പ്രൊപ്പോർഷനേറ്റ് റൈറ്റുകളാണ്. ചോദ്യതാണ്, എന്താണ് ഈ പ്രൊപ്പോർഷനേറ്റ് റൈറ്റ്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. നമ്മളെ കമ്പനിയിലെ 1 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ആണ് ഉള്ളതെന്ന് വിചാരിച്ചോ. 1 ലക്ഷം ഇക്വിറ്റി ഷെയർസിൽ 60,000 ഇക്വിറ്റി ഷെയർസ് എന്റെ കയ്യില്, 40,000 ഇക്വിറ്റി ഷെയർസ് നിങ്ങളുടെ കയ്യില്. മനസ്സിലായോ? എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര പെർസെന്റേജ് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്? 60% ഇക്വിറ്റി ഷെയർസ് ഉള്ളതുകൊണ്ട് എനിക്ക് 60% വോട്ടിംഗ് റൈറ്റ് കിട്ടും. പോൾ മെത്തേഡിൽ 60% ഡിവിഡൻഡ് റൈറ്റും കിട്ടും, അല്ലേ? കൂടുതൽ പൈസ ഇട്ട ആൾക്കാണ് കൂടുതൽ പ്രോഫിറ്റിന് ഷെയർ. അതായത് നാളെ കമ്പനിയെ 2 ലക്ഷം രൂപ ഡിവിഡൻഡ് ആയിട്ട് ഇക്വിറ്റി ഷെയർസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിന്റെ 60% എനിക്ക് കിട്ടും, 40 നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ അർത്ഥം 1,20,000 എനിക്ക്, 80,000 മാത്രം നിങ്ങൾക്ക്. നാളെ കമ്പനി ഒരു ജനറൽ മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ 60% ഓഫ് ദ വോട്ടിംഗ് റൈറ്റ് എന്റെ കയ്യിലായിരിക്കുന്നത്. ആണോ അല്ലയോ? അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാലേ, എന്റെ വോട്ടിംഗ് റൈറ്റും എന്റെ ഡിവിഡൻഡ് റൈറ്റും ഞാൻ എടുത്തിരിക്കുന്ന ക്യാപിറ്റലുമായിട്ട് പ്രൊപ്പോർഷനേറ്റ് ആണ്, സെയിമാ. 60% ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എനിക്ക് 60% വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, 60% എന്തുണ്ട്? ഡിവിഡൻഡ് റൈറ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ? പ്രൊപ്പോർഷനേറ്റ് ആ. സനയ്ക്ക് 20% ആണുള്ളത്, എന്താ? ഷെയർ, ഇക്വിറ്റി ഷെയർ. അങ്ങനെയാണെങ്കിൽ 20% ഡിവിഡൻഡ് റൈറ്റും കിട്ടും, 20% വോട്ടിംഗ് റൈറ്റും കിട്ടും. ഇതിനെയാണ് ഓർഡിനറി വോട്ടിംഗ് റൈറ്റ് ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ പ്ലെയിൻ വെനില ഇക്വിറ്റി ഷെയർസ് പറയുന്നത്. പ്രൊപ്പോർഷനേറ്റ് ആണ്. ഡിവിഡൻഡ് റൈറ്റും വോട്ടിംഗ് റൈറ്റും എന്തുമായിട്ട് സമമാണ്? ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനുമായിട്ട് സമമാണ്. ക്യാപിറ്റൽ 60% ഉണ്ടെങ്കിൽ വോട്ടിംഗ് റൈറ്റ് 60%, ഡിവിഡൻഡ് റൈറ്റ് 60%. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? അപ്പൊ ചോദ്യം ഇതാണ്, അപ്പൊ DVR എന്ന് പറഞ്ഞാൽ എന്താ? DVR ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോഴേ, ഇക്വിറ്റി ഷെയർ ആ DVR, ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിന് സാധാരണ 1 വോട്ടല്ലേ പ്രൊപ്പോർഷൻ, പക്ഷെ DVR ഇഷ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇഷ്യൂ ചെയ്യും, ഒരു ഷെയറിന് 2 വോട്ട്, അപ്പൊ ഇരട്ടി വോട്ട്. പക്ഷെ ഡിവിഡൻഡ് തരുമ്പോഴേ, ഡിവിഡൻഡ് 100% ഡിവിഡൻഡ് തരത്തില്ല, 50% തരത്തുള്ളൂ. എന്ന് വെച്ചാൽ പകുതി ഡിവിഡൻഡ്, പക്ഷെ ഇരട്ടി വോട്ട്. അപ്പൊ വോട്ടിംഗ് റൈറ്റ് കൂട്ടി, ഡിവിഡൻഡ് റൈറ്റ് കുറച്ചു. ഇത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആക്കി. ചിലപ്പോൾ നേരെ തിരിച്ചു കുറച്ചൊന്നിരിക്കും. ഡിവിഡൻഡ് റൈറ്റ് കൂട്ടും, വോട്ടിംഗ് റൈറ്റ് കുറയ്ക്കും. വോട്ടിംഗ് പകുതിയേ ഉള്ളൂ. അതിന്റെ അർത്ഥം 2 ഷെയർ ഉണ്ടെങ്കിലേ 1 വോട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ എന്റെ 20,000 ഷെയർ ഉണ്ടെങ്കിലോ 10,000 വോട്ടേ കിട്ടത്തുള്ളൂ. പക്ഷെ 20,000 ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് ഇരട്ടി ഡിവിഡൻഡ് കിട്ടും. മനസ്സിലായോ? അങ്ങനെ ഈ റൈറ്റ് ഏതെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ വല്ലതും ചെയ്താൽ അങ്ങനത്തെ ഇക്വിറ്റി ഷെയർസിനെയാണ് DVR ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കുന്നത്. കൂട്ടിയും കുറയ്ക്കാതെ സെയിം ആയിട്ടിരിക്കുക, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടിരിക്കുക, അതിനെ ഓർഡിനറി വോട്ടിംഗ് റൈറ്റ്സ് ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കും. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓർഡിനറി വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഇക്വിറ്റി ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാം, DVR ആയിട്ട് ഇഷ്യൂ ചെയ്യാം. DVR ആയിട്ട് ഇഷ്യൂ ചെയ്ത 2-3 കമ്പനീസ് ഉണ്ട്. ഒരെണ്ണം ടാറ്റ മോട്ടോഴ്സ്. ചില കമ്പനീസ് മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലവർക്ക് വോട്ട് ചെയ്യാനുള്ള താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല. കമ്പനി എങ്ങനെ വേണമെങ്കിലും പൊക്കോട്ടെ, എനിക്ക് മാസം ഡിവിഡൻഡ് കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ചെയ്യും? ഡിവിഡൻഡ് കൂടുതലുള്ള DVR ഷെയർസ് എടുക്കും, വോട്ടിംഗ് റൈറ്റ് കുറവുള്ളത് എടുക്കും. എന്നാൽ ചിലവർ നേരെ തിരിച്ചായിരിക്കും, എനിക്ക് കമ്പനിയെ കൺട്രോൾ ചെയ്യണം, എല്ലാ തീരുമാനവും എന്റെ ആക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വോട്ടിംഗ് റൈറ്റ് കൂടുതലുള്ള DVR എടുത്തിട്ട് ഡിവിഡൻഡ് കുറച്ച് മേടിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയ?
അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ മനസ്സിലായോ? മനസ്സിലായോ? യെസ് യെസ്. DVR ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ കണ്ടീഷൻസ്, അത് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞത് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് പറഞ്ഞ ചാപ്റ്റർ എത്തുമ്പോൾ പറഞ്ഞു തരാം, ഇപ്പൊ പറഞ്ഞു തരത്തില്ല. ശരി, ഇതുവരെ പറഞ്ഞ് മനസ്സിലായോ? അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ പ്രിഫറൻസ് ഷെയർസ് ഇല്ലേ, അതിന്റെ ഡിഫറൻസസ് നോക്കാം കേട്ടോ. അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്സ് കുറെ കവർ ചെയ്തു ഞാൻ. ഓക്കെ, ബേസിക്സ് ഒരു സെക്കൻഡ്. ഇത്രയും ബേസിക്സ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ മുന്നിലോട്ട് പോകാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഞാൻ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് പറഞ്ഞ ചാപ്റ്റർ എടുത്തു. ഇതിനകത്ത് ഈ ചാർട്ട് ഒന്ന് വരയ്ക്കണം നിങ്ങൾ. ടൈപ്സ് ഓഫ് ഷെയർസ് ഒന്ന് പെട്ടെന്നൊന്ന് വരച്ചേതൊന്ന് വരച്ചേ. നാലായിട്ട് ഡിവൈഡ് ചെയ്യണം. നാലായിട്ട് ഡിവൈഡ് ചെയ്യണം. നാലായിട്ട് ഡിവൈഡ് ചെയ്യണം. യെസ്. ആദ്യം ഏതാ? ആദ്യം ഓൺ ദ ബേസിസ് ഓഫ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഓൺ ദ ബേസിസ് ഓഫ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. അതിന്റെ ഓൺ ദ ബേസിസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ സർപ്ലസ്. അതിന്റെ കൺവേർഷൻ, റിഡംഷൻ. On the basis of dividend. അടുത്തത് on the basis of redemption ആയിരിക്കും. On the basis of redemption ആയിരിക്കും. അടുത്തത് on the basis of conversion. അടുത്തത് on the basis of participation in surplus ആയിരിക്കും. എഴുതിയോ? എഴുതിയോ? എന്നിട്ട് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം, ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം, ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം, ഇതും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യം ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ്. എന്നിട്ട് റിഡീമബിൾ ആൻഡ് ഇർറിഡീമബിൾ. അടുത്തത് ഓപ്ഷണൽ, പിന്നെ കമ്പൽസറി. അടുത്തത് പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി. ചാപ്റ്റർ അനുസരിച്ച് ഇംഗ്ലീഷ് നോക്കി എഴുതിയാണ്. ആക്ച്വലി ഇത് ഞാൻ എന്ത് ചെയ്തു, കൺവേർട്ടബിൾ നോൺ കൺവേർട്ടബിൾ എഴുതാതെ ഞാൻ വേറെ എന്താണ്ട് എഴുതി. ഞാൻ എഴുതിയത് ഓപ്ഷണൽ ആൻഡ് കമ്പൽസറി എന്നാ. അതിനെയും കാട്ടി നല്ലത് കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ എഴുതിയാൽ. കൺവേർട്ടബിൾ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ ടെക്സ്റ്റ് ബുക്കിലുള്ളത്? കറക്റ്റാ. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ IBLE ആണ്. കൺവേർട്ടിബിളിസ്റ്റ് എന്നുള്ള വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തത്. IBLE ആണ്, ABLE അല്ല. IBLE, ABLE അല്ല. പലരും തെറ്റിയ സ്പെല്ലിംഗാ. എഴുതിയോ? വരച്ചോ എല്ലാരും? ഇത്രയും വരച്ചോ? യെസ്, ഇത്രയും വരച്ചോ? ഇത്രയും വരച്ചോ? ഇത്രയും വരച്ചെങ്കിൽ പ്രിഫറൻസ് ഷെയർസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സെക്ഷൻ 55 ആണ്. ഓക്കെ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 55. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, അത് സെക്ഷൻ 43 ആണ്. അതിനകത്തും പ്രിഫറൻസ് ഷെയർസിനെ പറ്റി പറയുന്നു. പക്ഷെ പ്രിഫറൻസ് ഷെയർസിന്റെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇഷ്യൂവും റിഡംഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സെക്ഷൻ 55 ആണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. സെക്ഷൻ 55 തുടക്കത്തിൽ പറയുന്നത് എന്താണെന്നറിയോ?
ഒരു കമ്പനിക്ക് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, പ്രൊഹിബിറ്റഡാ. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് റിഡീമബിൾ? റിഡീമബിൾ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത ടൈം പീരീഡ് ഉണ്ട്, ആ ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനി പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിരുന്നു 15%, 1 lakh പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അങ്ങനെയാണെങ്കിൽ എത്ര കളക്ട് ചെയ്ത് കാണും? 10 ലക്ഷം രൂപ ആണോ? ഈ 15% എന്താ? ഡിവിഡൻഡ് റേറ്റ് ആണ്. അപ്പൊ എല്ലാ വർഷവും എത്ര രൂപ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും? 10 ലക്ഷത്തിന്റെ 15%, അതായത് 1.5 ലക്ഷം രൂപ. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇഷ്യൂ ചെയ്ത സമയത്തെ പറഞ്ഞിരുന്നു റിഡീമബിൾ ആഫ്റ്റർ 5 years. അതിന്റെ അർത്ഥം ആദ്യത്തെ വർഷം ഡിവിഡൻഡ് 1.5 ലക്ഷം രൂപ കൊടുക്കും, രണ്ടാമത്തെ വർഷം ഡിവിഡൻഡ് 1.5 ലക്ഷം രൂപ കൊടുക്കും, മൂന്നാമത്തെ വർഷം ഡിവിഡൻഡ് 1.5 ലക്ഷം കൊടുക്കും, നാലാമത്തെ വർഷം ഡിവിഡൻഡ് 1.5 ലക്ഷം രൂപ കൊടുക്കും, അഞ്ചാമത്തെ വർഷം ഡിവിഡൻഡ് 1.5 ലക്ഷം രൂപ കൊടുക്കും. പ്ലസ് ഈ 10 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഷെയറിന്റെ പൈസ തിരിച്ചു കൊടുക്കും. പ്രിഫറൻസ് ഷെയർസ് റിഡീം ആകും. റിഡീം ആകാന്ന് വെച്ചാൽ കൊടുത്തു വിടും. അങ്ങനെ ഇനി നമ്മുടെ കമ്പനിയിൽ പ്രിഫറൻസ് ഷെയർസ് ഇല്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പുതിയ കമ്പനീസ് ആക്ടിൽ എടുത്തു പറയുന്നത് സെക്ഷൻ 55 എന്താണെന്ന് വെച്ചാൽ പ്രിഫറൻസ് ഷെയർസ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും റിഡീമബിൾ തന്നെ ആയിരിക്കണം. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യരുത്. അപ്പൊ ഇറഡീമബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും കിട്ടത്തില്ല എന്നാണോ പൈസ തിരിച്ച്? അങ്ങനെയല്ല, വൈൻഡിങ് അപ്പിന്റെ സമയത്തെ പൈസ തിരിച്ചു കിട്ടത്തുള്ളൂ. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത് ചിലപ്പം 30-40 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം, എന്നാൽ 40ാമത്തെ വർഷമേ കിട്ടത്തുള്ളൂ, അതിന്റെ ഇടയ്ക്ക് കിട്ടത്തില്ല. പക്ഷെ അങ്ങനെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് 2013 പ്രകാരം റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. അത് മാക്സിമം ടൈം പീരീഡ് 20. പിന്നെ വേറെ ചില എക്സെപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 30 വരെ പറ്റും. അത് സെക്ഷൻ 55 എത്തുമ്പോൾ പറഞ്ഞുതരാം. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഇറഡീമബിൾ ഉണ്ട്. ഇന്ത്യയിൽ പക്ഷേ ഇറഡീമബിൾ പറ്റത്തില്ല, റിഡീമബിൾ മാത്രമേ പറ്റത്തുള്ളൂ. അണ്ടർസ്റ്റുഡ്? റിഡീമബിൾ എന്ന് പറഞ്ഞാൽ റിഡീം ചെയ്യാൻ വെച്ചാൽ തിരിച്ചു കൊടുക്കാം. അപ്പൊ പ്രിഫറൻസ് ഷെയർസിന്റെ പൈസ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ തിരിച്ചു കൊടുത്തേ പറ്റും. മാക്സിമം പീരീഡ് 20. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസയോ ആ മെമ്പേഴ്സിന് എപ്പോഴായിരിക്കും ആ ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്നത്? കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ മാത്രം, അതിന് മുമ്പ് കിട്ടത്തില്ല. ഇക്വിറ്റി ഷെയർസ് അവിടെ തന്നെ കിടക്കും. ആ പൈസ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ മാത്രമേ തിരിച്ചു കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പഠിപ്പിച്ചതിൽ? യെസ്. ഇല്ലെങ്കിൽ അടുത്തയിലോട്ട് പോട്ടോ? ഇല്ലെങ്കിൽ അടുത്തയിലോട്ട് പോട്ടോ? അടുത്തത് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കെ. ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ്. എന്താണ് ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ കമ്പനിയിൽ 15%, 1 lakh പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഇഷ്യൂ ചെയ്തെന്ന്. അതിന്റെ അർത്ഥം എല്ലാ വർഷവും എത്ര രൂപ വെച്ച് കൊടുക്കണം ഡിവിഡൻഡ്? 1.5 ലക്ഷം രൂപ വെച്ച്. ഇത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണെന്ന് വിചാരിച്ചോ. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ, ഒരു വർഷത്തെ, അതായത് ആദ്യത്തെ വർഷം എന്ന് വിചാരിച്ചു, ആദ്യത്തെ വർഷം 1.5 ലക്ഷം രൂപ ഡിവിഡൻഡ് കൊടുക്കാനുള്ളതാ. പക്ഷെ ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ പ്രോഫിറ്റ് വേണം. ആദ്യത്തെ വർഷം ലോസ് ആയിരുന്നു, അതുകൊണ്ട് ഈ 1.5 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ വർഷവും ലോസ് ആയിരുന്നു, അതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ വർഷം ഭയങ്കര വലിയ പ്രോഫിറ്റ് അടിച്ചു. അപ്പൊ മൂന്നാമത്തെ വർഷത്തെ ഡിവിഡൻഡ് കൊടുക്കാം. പ്ലസ് കഴിഞ്ഞ 2 വർഷത്തെ പെൻഡിങ് ആയിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് ഇത് ക്യുമുലേറ്റ് ചെയ്ത് വരും. ക്യുമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആഡായി വരും. അപ്പൊ ഒരു വർഷത്തെ ഡിവിഡൻഡ് റൈറ്റ് അടുത്ത വർഷത്തിലോട്ടും കയറി വരും. അടുത്ത വർഷത്തെ ഡിവിഡൻഡ് റൈറ്റും കൊടുത്തില്ലെങ്കിൽ അത് രണ്ടും കൂടെ കയറി വരും മൂന്നാമത്തെ വർഷം. അപ്പൊ നോൺ ക്യുമുലേറ്റീവോ, ഒരു വർഷത്തെ ഡിവിഡൻഡ് റൈറ്റ് ആ വർഷം തീരുന്നോടെ എക്സ്പയർ ആവും. അതിങ്ങനെ ആഡ് ചെയ്ത് വരത്തില്ല. അതിന്റെ അർത്ഥം മൂന്നാമത്തെ വർഷം മൂന്നാമത്തത് മാത്രം കൊടുത്താൽ മതി, ആദ്യത്തെ 2 വർഷം കൊടുക്കാത്തത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ ക്യുമുലേറ്റീവ് നോൺ ക്യുമുലേറ്റീവ്. നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ. അടുത്തത് കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ. സി, പ്രിഫറൻസ് ഷെയർസ് റിഡീമബിളെ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. ഇമാജിൻ റിഡംഷൻ പീരീഡ് 5 years. അപ്പൊ 5 years കഴിയുമ്പോൾ റിഡീം ചെയ്യും. എത്ര പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തത്? 15%, 1 lakh പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ആണോ?
അപ്പൊ എത്ര രൂപ? 10 ലക്ഷം അല്ലേ? ആണോ? അപ്പൊ എന്ത് ചെയ്യും? ആദ്യത്തെ വർഷം 1.5 ലക്ഷം രൂപ ഡിവിഡൻഡ് കൊടുക്കും, പൈസ ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ വർഷവും കൊടുക്കും, മൂന്നാമത്തെ വർഷവും കൊടുക്കും, നാലാമത്തെ വർഷവും കൊടുക്കും, അഞ്ചാമത്തെ വർഷവും കൊടുക്കും. അഞ്ചാമത്തെ വർഷം പക്ഷെ റിഡംഷൻ നടത്തണം. അപ്പൊ എത്ര രൂപ തിരിച്ചു കൊടുക്കണം? 10 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം. പക്ഷെ ഈ 10 ലക്ഷം രൂപ ചിലപ്പോൾ ക്യാഷ് ആയിട്ടായിരിക്കില്ല കൊടുക്കുന്നത്, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൊടുക്കും. അതിന്റെ അർത്ഥം എന്താ? ഈ പ്രിഫറൻസ് ഷെയർസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? പ്രിഫറൻസ് ഷെയർസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്താവും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആവും. അണ്ടർസ്റ്റുഡ്? അപ്പം 10 ലക്ഷം രൂപ പൈസ ആയിട്ട് കൊടുക്കത്തില്ല, 10 ലക്ഷം രൂപ വിലയുള്ള ഇക്വിറ്റി ഷെയർസും. അങ്ങനെ അവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആവും. അപ്പൊ നോൺ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ കൺവേർഷൻ ഒന്നും ചെയ്യത്തില്ല, റിഡംഷന്റെ സമയത്ത് പൈസ ആയിട്ട് റിഡീം ചെയ്യും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? 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 അതാണ് കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ. അതിൽ പാർഷ്യലി കൺവേർട്ടബിൾ ഉണ്ട്, ഫുള്ളി കൺവേർട്ടബിൾ ഉണ്ട്, ഓപ്ഷണലി കൺവേർട്ടബിൾ ഉണ്ട്, കമ്പൽസറിലി കൺവേർട്ടബിൾ ഉണ്ട്. കമ്പൽസറിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ അവകാശമില്ല, സമയമാകുമ്പോൾ അവർ കൺവേർട്ട് ചെയ്ത് വരും. ഓപ്ഷണലി കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ അവർക്ക് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പൈസ ആയിട്ട് മേടിച്ചുകൊണ്ട് പോവാം. അതാണ് ഓപ്ഷണലി കൺവേർട്ടബിൾ. കമ്പൽസറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, കൺവേർട്ട് അങ്ങ് ചെയ്യും കമ്പനി. ഫുള്ളി കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണോ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാനുള്ളത് അത് മൊത്തത്തിൽ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. പാർഷ്യലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50% ക്യാഷ് ആയിട്ടും 50% ഇക്വിറ്റി ആയിട്ടും. അതാണ് പാർഷ്യലി. കുറച്ച് കൺവേർട്ട് ചെയ്യും, ബാക്കി പൈസ ആയിട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. എവരിബഡി അണ്ടർസ്റ്റുഡ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും അത്രയൊന്നും പറയാത്തത്. ഇത്രയൊക്കെ മനസ്സിലായോ? അപ്പൊ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ പാർഷ്യലി കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, 5 ഇയേഴ്സോ 6 ഇയേഴ്സോ വെച്ച്. അതിന്റെ ഡിവിഡൻഡ് റേറ്റ് 15 തന്നെ വെക്കണമെന്നില്ല, 12 വെക്കാം, 10 വെക്കാം, 8 വെക്കാം, 20 വെക്കാം, 25 വെക്കാം, എത്ര വേണമെങ്കിലും വെക്കാം ഡിവിഡൻഡ് റേറ്റ്. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോറി, പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററിയും കൂടെ ബാക്കിയുണ്ട്. ഞാൻ പറയുന്നത് ചോദിച്ചിരിക്കണേ. നമ്മളെ കമ്പനി പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഏതാ ഇഷ്യൂ ചെയ്തത്? 15%, 1 lakh പ്രിഫറൻസ് ഷെയർസ് ഓഫ് 10 each. അപ്പൊ അവർക്ക് എത്ര രൂപ ഡിവിഡൻഡ് കിട്ടും ഒരു വർഷം? ഒരു വർഷം അവർക്ക് 1.5 ലക്ഷം രൂപയുടെ ഡിവിഡൻഡ് കിട്ടും. ആണോ? ആണോ? എന്നാലേ കമ്പനി ഉണ്ടാക്കിയ പ്രോഫിറ്റ് 20 ലക്ഷം ഫസ്റ്റ് ഇയർ. ഈ 20 ലക്ഷത്തിൽ 1.5 ലക്ഷം പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപ ഉണ്ടാവും? 20 മൈനസ് 1.5, 18.5. ഈ 18.5 ലക്ഷം നിങ്ങൾക്ക് കേൾക്കാമോ? ഈ 18.5 ആർക്കുള്ള ഡിവിഡൻഡാ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡാ. വെച്ചാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കിട്ടാം. കാര്യം പ്രോഫിറ്റ് 20 ലക്ഷം. ആ 20 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം. അപ്പൊ ബാക്കി വന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ചില സമയത്തെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു റൈറ്റ് കൊടുക്കും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ആ ഭാഗത്തിൽ നിന്ന് കൈയിട്ട് വരാം. അപ്പൊ അവർക്ക് 1.5 ലക്ഷം രൂപ അവർക്ക് കിട്ടാനുള്ള ഡിവിഡൻഡും കിട്ടും, പ്ലസ് ഈ 18.5 ഇല്ലേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന 18.5, അതിൽ നിന്ന് അവർക്ക് കൈയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള റൈറ്റ് ഉള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് പാർട്ടിസിപ്പേറ്ററി എന്ന് വിളിക്കുന്നത്. പക്ഷെ പാർട്ടിസിപ്പേറ്ററി ആവണമെങ്കിലേ ഒന്നെങ്കിൽ ഈ റൈറ്റ് അല്ലെങ്കിൽ വേറൊരു റൈറ്റ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു റൈറ്റ് ഉണ്ടായാൽ മതി. വേണമെങ്കിൽ 2 റൈറ്റും ഉണ്ടായാലും കുഴപ്പമില്ല. ഏതാ ആദ്യത്തെ റൈറ്റ്? ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എക്സസ് ഡിവിഡൻഡ്. എക്സസ് എന്തുകൊണ്ടാണ് വിളിക്കുന്നതിനെ? അവർക്ക് ഓൾറെഡി കിട്ടി, അപ്പൊ ബാക്കിയുള്ള പ്രോഫിറ്റ് ആർക്കുള്ളതാ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാ. അതിനകത്തും കൈയിട്ട് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണെന്ന് പറയും. അപ്പൊ പാർട്ടിസിപ്പേറ്ററി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. മനസ്സിലായോ? രണ്ടാമത്തെ റൈറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതിയേ, 2 ഉണ്ടെങ്കിൽ നല്ലത്. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴേ അസറ്റ്സ് എല്ലാം ഓരോന്നെടുത്ത് വിൽക്കും, എന്നിട്ട് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് എല്ലാം കൊടുത്തുവിടും. ലയബിലിറ്റീസ് കൊടുത്തിട്ട് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാം. ആദ്യം ആരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ. പിന്നെ ആരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. എല്ലാവരുടെ ക്യാപിറ്റൽ ഉൾപ്പെടെ തിരിച്ചു കൊടുത്തിട്ടും ഒരു 30 ലക്ഷം രൂപ ബാക്കിയുണ്ട്. ആ 30 ലക്ഷം രൂപ എന്താ? സർപ്ലസ് അസറ്റ്സാ. ആ സർപ്ലസ് അസറ്റ്സ് എന്താ? പ്രോഫിറ്റാ. ആ പ്രോഫിറ്റ് ആർക്കുള്ളതാ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാ. ഓർക്കുന്നുണ്ടോ? എന്നാലേ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിലേ അവർക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ 30 ലക്ഷത്തിനകത്ത് അവർക്കും കൈയിട്ട് വരാം. അപ്പൊ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തിന്റെ ഒരു സ്വഭാവം കാണിക്കുന്നു? ഇക്വിറ്റിയുടെ. മനസ്സിലായോ? പക്ഷെ അവർ ഇക്വിറ്റി ആണോ? അല്ല, ഒരു പ്രിഫറൻസ് തന്നെയാണ്.
പറഞ്ഞു പിടികിട്ടിയോ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എക്സസ് ഡിവിഡന്റ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിൽ എക്സസ് വരുന്ന സർപ്ലസ് അസറ്റ്സിൽ കൈയിട്ട് വരാം. ഇതിൽ ഏതെങ്കിലും ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇത് രണ്ടും ഉണ്ടെങ്കിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ഈ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസിന്റെ ഡെഫിനിഷൻ സെക്ഷൻ 43 തന്നെ പറയും. സെക്ഷൻ 43 എന്താന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണോ, അല്ലെ കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഞാൻ ആ പോർഷൻ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഒന്ന് നോക്കിക്കേ ഗൈസ്. Kinds of share capital. Broadly, there are two kinds of share capital of a company, limited by shares. ഷെയർ ഉള്ള കമ്പനിക്കല്ലേ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവത്തുള്ളൂ. ഗ്യാരണ്ടി കമ്പനിക്കൊന്നും ഇല്ല. ഇത് ഏതൊക്കെയാ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ്. ഇക്വിറ്റി ക്യാൻ ബി ഫർദർ സെഗ്രിഗേറ്റഡ് ഇൻ ടു കാറ്റഗറീസ് ബേസ്ഡ് അപ്പോൺ റൈറ്റ്. ഏതൊക്കെയാ അത്? വിത്ത് വോട്ടിംഗ് റൈറ്റ്സ് ഓർഡിനറി. മറ്റേതോ വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ആസ് ടു ഡിവിഡൻഡ് ഓർ വോട്ടിംഗ് ഓർ അതർ റൈറ്റ്സ്. പിന്നെ പ്രിഫറൻസ് ക്യാപിറ്റൽ എന്താ? ക്യാരീസ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് with respect to payment of dividend and repayment of capital at the time of winding up. Appo preference capital endaannulla definition section 43. Preference capital is part of the issued share capital of any company limited by shares which carries preferential right in respect to payment of dividend, may be absolute amount or a fixed rate, which may either be free of or subject to income tax, and repayment of capital in the case of winding up or repayment of capital. This preference exists only up to blah 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 blah. ഇത്രേ മനസ്സിലായോ? താഴെ ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ നോട്ട്, പ്രിഫറൻസ് ഷെയർസ് മേ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇക്വിറ്റി പൂൾ പോസ്റ്റ് പ്രിഫറൻഷ്യൽ എൻടൈറ്റിൽമെന്റ്. വെച്ചാൽ എന്താ? പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആകാന്ന്. യഥാർത്ഥത്തിൽ സെക്ഷൻ ഇങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ ബെയർ ആക്ട് എടുത്ത് ഞാൻ കാണിച്ചുതരാം. ബെയർ ആക്ടിൽ ഇങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. ബെയർ ആക്ട് എടുത്ത് കാണിച്ചുതരാം. ബെയർ ആക്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, അത് മനസ്സിലാവില്ല. ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നിങ്ങളെ ഉപയോഗിച്ച് അത് വായിക്കാൻ പോകുന്നത്. ഇതാണ് സെക്ഷൻ 43. The capital of a company limited by shares shall be of two kinds, namely equity shares, clause A. Subclause 1 എന്താ? With voting rights or with differential voting rights as to dividend blah blah blah. Clause B എന്താ? Preference share, preference capital. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. Explanation എന്താ കൊടുത്തിരിക്കുന്നത്? Equity share capital എന്താ? With reference to any company limited by shares means all share capital which is not preference capital. അപ്പൊ പ്രിഫറൻസ് ക്യാപിറ്റൽ അല്ലാത്ത എല്ലാ ക്യാപിറ്റലും ഇക്വിറ്റി. അപ്പൊ പ്രിഫറൻസ് എന്താ? താഴെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. പ്രിഫറൻസ് എന്താണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വിത്ത് റെഫറൻസ് ടു എനി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് means that part of the issued share capital of the company which carries or would carry preferential right with respect to payment of dividends, repayment of capital at the time of winding up. അതൊക്കെ നമുക്ക് അറിയുന്നില്ലേ? താഴെ ഇവിടെ നോക്കണേ. തേർഡ് പോയിന്റ്, ക്യാപിറ്റൽ ഷാൽ ബി ഡീംഡ് ടു ബി പ്രിഫറൻസ് ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ പ്രിഫറൻസ് ആയിട്ട് തന്നെ കരുതും. എങ്ങനെയുണ്ടെങ്കിൽ നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് ദാറ്റ് ഇറ്റ് ഇസ് എൻടൈറ്റിൽഡ് ടു ഈതർ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർ ബോത്ത് ഓഫ് ദ ഫോളോയിങ് റൈറ്റ്. അപ്പം ഈ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു റൈറ്റ് ഉണ്ടായാലോ അല്ലെങ്കിൽ ഇത് രണ്ട് റൈറ്റ് ഉണ്ടായാലോ ക്യാപിറ്റൽ എന്ത് തന്നെയാണ്? പ്രിഫറൻസ് തന്നെയാണ്. ഓക്കെ, ഏതൊക്കെയാണത്? That in respect of dividends, in addition to the preferential rights to the amount specified in clause A of subclause 2, it has a right to participate whether fully or to a limited extent with capital not entitled to preferential rights. എന്ന് വെച്ചാൽ എന്താ? ഇത്രയേ ഉള്ളൂ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിയ ഡിവിഡന്റിന് പുറമെ അവർക്ക് ഇക്വിറ്റിക്ക് കൊടുക്കാൻ പോകുന്ന ആ പൂളിൽ അവർക്കും കൈയിട്ട് വരാം. എന്നാൽ അവരെ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് വിളിക്കും. അല്ലെങ്കിലോ വേറൊരു റൈറ്റ് ചെയ്താ വൈൻഡിംഗ് അപ്പിന്റെ സമയത്ത് എല്ലാ ലൈബിലിറ്റീസും സെറ്റിൽ ചെയ്തതിനു ശേഷം ഇനിയും പൈസ ഉണ്ടെങ്കിൽ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള പ്രോഫിറ്റ് അതിൽ നിന്നും കൈയിട്ട് വരാം. എന്നാൽ അത് വീണ്ടും പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു റൈറ്റോ അല്ലെങ്കിൽ രണ്ട് റൈറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്നെയാ? ഡീംഡ് ടു ബി പ്രിഫറൻസ് ക്യാപിറ്റൽ എന്നാ പറയുന്നത്. നിങ്ങൾ എന്നാലും പ്രിഫറൻസ് തന്നെയാ. എന്തിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും ഇക്വിറ്റിയുടെ. അപ്പം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എങ്ങനെ ആകാം? പാർട്ടിസിപ്പേറ്റിംഗ് ആകാം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു റൈറ്റ് കൊടുത്തോണ്ടോ അല്ലെങ്കിൽ രണ്ട് റൈറ്റും കൊടുത്തോണ്ടോ. അപ്പൊ അവർ എന്തിന്റെ സ്വഭാവം കാണിക്കും? ഇക്വിറ്റിയുടെ. പക്ഷെ എന്നാലും അവരെന്താ? പ്രിഫറൻസ് തന്നെയാണ്. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? അങ്ങനെയാണെങ്കിൽ ബേസിക്സ് ഓൾമോസ്റ്റ് കവറായി. ഇനി ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷനിൽ എക്സ്ട്രാ വന്ന ഒരു പോർഷൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വരണേ. ആ പോർഷൻ
നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, പഴയ ടെക്സ്റ്റ് ബുക്കിൽ അതൊന്നും ഇല്ലായിരുന്നു, പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോർഷനാണ്. അപ്പം ഉച്ച കഴിഞ്ഞിട്ട് വരണം. ഓക്കെ, അപ്പൊ എല്ലാവരും ബ്രേക്ക് എടുത്തോ. 2 മണിക്ക് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരു 1:55 ആകുമ്പോൾ ഞാൻ ലിങ്ക് ഇട്ട് തരാം. ഓക്കെ, ചെന്നോളൂ, ലഞ്ച് കഴിച്ചോളൂ. താങ്ക് യു.